ഹലോ ഗൈസ്, നമുക്ക് വാഗമൺ പോയാലോ? രാവിലെ എണീച്ചതിന്റെ വൈക്ലഭ്യമാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്ക് പ്രകൃതി രമണീയത ആസ്വദിക്കാൻ 3-4 മണിക്കൂർ തന്നെ ഉണ്ടായിരുന്നു. ആസ്വദിച്ച് ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഫുഡ് കിട്ടിയായിരുന്നു. ഫുഡ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ കണക്ക് ചിരിച്ചുകൊണ്ടിരിക്കാതെ ഇരുന്ന് കഴിക്കണം. പിന്നെ നമ്മൾ യാത്ര തുടർന്നു. അപ്പോഴാണ് ഈ ബോർഡിന്റെ കണ്ണിൽ പെട്ടത്. സാനിഫിക്ക മാസ തന്നെ. അങ്ങനെ നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം വാഗമണിലെത്തിയായിരുന്നേ. ഹലോ ഗൈസ്, പിന്നെ ഞാൻ തന്നെ. ആദ്യം നമ്മൾ ചെന്നത് പൈൻ ട്രീ ഫോറസ്റ്റിലോട്ടാണ്. ചെന്നതോടെ ഭയങ്കര തിരക്കായിരുന്നു. കണ്ടോ വൈബ് കണ്ടോ? പിന്നെ ഞാൻ ഈ ഷുട്ടൂനെ കണ്ടേ, പിന്നെ കുറേ മരങ്ങളും. അപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ വന്നേ, ഈ മരങ്ങൾ കാരണമാവോ അല്ലേ ഇവിടെ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഈ ലൈം കുടിച്ചു. പിന്നെ ഞാൻ വേറൊരു ഷുട്ടൂനെ കണ്ടു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോയത് വാഗമൺ മെഡോസിലാണ്. അറിഞ്ഞൂടാത്തവർക്കായിട്ട് ഇതാണ് എൻ്റെ വൺ ആൻഡ് ഓൺലി സഹോദരി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് പട്ടം പറത്തുന്നുണ്ടായിരുന്നു. എനിക്ക് പട്ടം പറത്ത് അറിയാത്തതുകൊണ്ട് ഞാനൊക്കെ നോക്കി നിന്നു. അതിനിടയ്ക്ക് ബസ്സിൽ നിന്ന് കുറച്ച് പേരെങ്കിൽ ടാറ്റയ്ക്ക് തരുന്നുണ്ടായിരുന്നേ. അത് നോക്കിന്ന് ഞാനൊരു ലൈമോട് കുടിച്ചു. അല്ല, ഇതെന്താ കിലുക്കത്തിലെ രേവതിയോ? അതിനുശേഷം നമ്മൾ പോയത് തങ്ങൾപ്പാറയിലോട്ടായിരുന്നേ. ഈ ഒരു ട്രിപ്പ് ഏറ്റവും വെറുത്തായിരുന്നു എന്ന് തോന്നിച്ച സ്ഥലമായിരുന്നു അത്. പക്ഷേ എനിക്ക് കൂടുതൽ അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നല്ല പനിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ കോടമഞ്ഞും കൂടെ ആയപ്പോൾ നല്ല സുഖമായിരുന്നു. പരലോകം കണ്ട അവസ്ഥയായിരുന്നു. അയ്യോ അമ്മേ എന്ന അപശബ്ദങ്ങളോട് കൂടെയാണ് ഞാൻ ആ മല കയറി തുടങ്ങിയത്. ഇതാ പാറയുടെ മണ്ടയിലുള്ള ചെറിയൊരു അരുവിയാണ്. ഇവിടെ നിന്ന് വെള്ളം കുടിക്കാനൊക്കെ പറ്റും കേട്ടോ. എനിക്ക് അവിടുത്തെ ഒരുപാട് വീഡിയോസൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ പോട്ടെ, ഈ വിഷ്വൽ എങ്ങനെയുണ്ട്? കൊള്ളാവോ? പിന്നെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പം ശരി, ബൈ.